എല്ലാവർക്കും നമസ്കാരം. മലയാള ജാലകത്തിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സവിശേഷത, കൂടുതൽ ചോദ്യങ്ങൾ കുറച്ച് ഉത്തരങ്ങൾ എന്ന രീതിയിലാണ് ഈ ക്ലാസ് ചെയ്തിട്ടുള്ളത്. 51 ചോദ്യങ്ങൾക്ക് 10 ഉത്തരങ്ങൾ എന്നൊരു പ്രത്യേകതയാണ് ഈ ക്ലാസ്സിനുള്ളത്. 51 ചോദ്യങ്ങൾ ഇവിടെ ഉണ്ട്. അതിൽ 10 ഉത്തരങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ 51 ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായി. ആ രീതിയിലുള്ളൊരു ക്ലാസ്സാണ്. നമുക്ക് അതിൻ്റെ ചോദ്യങ്ങളിലേക്ക് വരാം. എ ഡിവിഷൻ എ വിഭാഗത്തിൽ 5 ചോദ്യങ്ങളാണുള്ളത്. 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങൾക്ക് ഒറ്റ ഉത്തരമാണ് വരുന്നത്. ആദ്യത്തെ ചോദ്യത്തിലേക്ക് വരാം. ഒന്നാമത്തെ ചോദ്യമാണ്, നദോന്നത വൃത്തത്തിൽ കുമാരനാശാൻ രചിച്ച കൃതി. രണ്ടാമത്തെ ചോദ്യമാണ്, ആശാന്റെ അവസാന കൃതി. 3, വാസവദത്തയും ഉപഗുപ്തനും കഥാപാത്രങ്ങളായ ഖണ്ഡകാവ്യം. 4, ബുദ്ധകഥയിൽ നിന്ന് ഇതിവൃത്തം സ്വീകരിച്ച ആശാൻ കൃതി. 5, ആശാന്റെ പ്രധാന കൃതി. ഇങ്ങനെ ആദ്യം പറഞ്ഞ പോലെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ 5 ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമാണ് വരുന്നത്. ഈ ചോദ്യങ്ങളും അതിൻ്റെ സവിശേഷതകളും കാണുമ്പോൾ തന്നെ ഉത്തരം എല്ലാവർക്കും അറിയാം. ഇത് ഉത്തരത്തിലേക്ക് വരാം. കരുണയാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഇവിടെ ആദ്യത്തെ ചോദ്യം, എ ഡിവിഷനിലെ 5 ചോദ്യങ്ങളുടെ ഒറ്റ ഉത്തരമാണ് വരുന്നത്. ഈ 5 ചോദ്യങ്ങൾ പല പരീക്ഷയ്ക്ക് പലപ്പോഴായിട്ട് കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ ഈ 5 ചോദ്യങ്ങൾക്ക് വരുന്ന ഒറ്റ ഉത്തരമാണ് കരുണ എന്ന ആശാന്റെ പ്രശസ്തമായിട്ടുള്ള കൃതി. ഇനി വരുന്നത് ബി ഡിവിഷനിലാണ്. ബി ഡിവിഷനിൽ ഇതുപോലെ തന്നെ 5 ചോദ്യങ്ങൾ നമ്മൾ പറയുകയാണ്. 5 ചോദ്യങ്ങൾ പറഞ്ഞിട്ട് അതിൻ്റെ ഉത്തരം അടുത്ത ഇതിൽ നമ്മൾ കൊടുക്കുകയാണ്. പിന്നെ അവിടെ സി ഡിവിഷനിൽ 5 ചോദ്യങ്ങൾ, അങ്ങനെ വന്നിട്ട് 10 ഡിവിഷൻ വന്നിട്ടാണ് അവസാനത്തെ 6 ചോദ്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 51 ചോദ്യങ്ങളും അതിന് 10 ഉത്തരങ്ങൾ മാത്രമായിട്ടൊരു രീതി ഇവിടെ ചെയ്തിട്ടുള്ളത്. ബി ഡിവിഷനിലെ ചോദ്യങ്ങളിലേക്ക് വരാം. എ ഡിവിഷനിലെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം കരുണ വന്നു. ഇനി ബി ഡിവിഷനിൽ 6 മുതൽ 10 വരെയുള്ള ചോദ്യങ്ങളിലേക്കാണ് വരുന്നത്. 6ാമത്തെ ചോദ്യമാണ്, മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവി. 7ാമത്തെ ചോദ്യമാണ്, പ്രാവേ പ്രാവേ പോകരുതേ വാവാ കൂട്ടിനകത്താക്കാം ആരുടെ വരികൾ എന്നാണ്. 8ാമത്തെ ചോദ്യമാണ്, കേരള സാഹിത്യ ചരിത്രം രചിച്ചതായിരുന്നുള്ളതാണ്. 9ാമത്തെ ചോദ്യമാണ്, ചരിത്രം ഇതിവൃത്തമായ ആദ്യ മലയാള മഹാകാവ്യം രചിച്ചത്. 10ാമത്തെ ചോദ്യമാണ്, ഒരു നേർച്ച എന്ന പച്ച മലയാള കൃതി രചിച്ചത് ആയിരുന്നുള്ളതാണ്. അപ്പോൾ മയൂര സന്ദേശം ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയ കവിയാരി നമുക്കറിയാം. മയൂര സന്ദേശം കേരളവർമ്മ വലിയ കോയിത്തമ്പുരാൻ്റെ സന്ദേശ കാവ്യമാണ്. സ്വാനുഭവം വിഷയമായ സന്ദേശകാവ്യം എന്നൊക്കെ അതിനെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തിയാലായിരുന്നാണ്. അടുത്തത് പ്രാവേ പ്രാവേ പോരുന്നത് ആരുടെ വരി എന്നാണ്. 3ാമത്തത് കേരള സാഹിത്യ ചരിത്രം പഠിക്കുന്ന ആർക്കും ഒഴിവാക്കാൻ പറ്റാത്തൊരു കൃതിയാണ് കേരള സാഹിത്യ ചരിത്രം. 5 ഭാഗങ്ങളായിട്ടാണ് അത് വരുന്നത്. അത് രചിച്ചിട്ടുള്ളതായിരുന്നുള്ളതാണ്. മറ്റൊന്ന് ചരിത്രം ഇതിവൃത്തമായ ആദ്യ മലയാള മഹാകാവ്യം എന്നുള്ളതാണ്. ചരിത്രം ഇതിവൃത്തമായിട്ടുള്ള ആദ്യ മഹാകാവ്യം നമ്മൾ അതിൻ്റെ പറയുകയാണെങ്കിൽ ഉമാകേരളമാണ്. ഉമാകേരളം രചിച്ചിട്ടുള്ള ആരാണെന്ന് അങ്ങനെ ചോദിച്ചാലും അതിൻ്റെ ഉത്തരവായിട്ടും വരും. മറ്റൊന്നാണ് ഒരു നേർച്ച എന്ന പച്ചമലയാള കൃതി. പച്ചമലയാള പ്രസ്ഥാനത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്നതാണ്. കൊടുങ്ങല്ലൂർ കുഞ്ഞുകുട്ടൻ തമ്പുരാനും CP അച്യുതമേനോനും തമ്മിലുള്ള ഒരു സംവാദത്തിൽ നിന്നാണ് മലയാളത്തിൽ പച്ചമലയാള പ്രസ്ഥാനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ പച്ചമലയാള പ്രസ്ഥാനത്തിൽ ഒരു നേർച്ച എന്ന കൃതി രചിച്ചിട്ടുള്ളതായിരുന്നുള്ളതാണ്. ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരമാണ്. ഉള്ളൂരാണ് ഈ 5 ചോദ്യങ്ങളുടെ ഉത്തരമായിട്ട് വരുന്നത്. ബി ഡിവിഷനിലെ 5 ചോദ്യങ്ങൾക്കും ഒറ്റ ഉത്തരമാണ് വരുന്നത്. ക്ലാസ്സിൻ്റെ ആദ്യ ഭാഗത്ത് പറഞ്ഞ പോലെ 5 ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരം വീതമാണ് വരുന്നത്. അടുത്തത് സി ഡിവിഷനിലെ ചോദ്യങ്ങളാണ്. 11 മുതൽ 15 വരെയുള്ള ചോദ്യങ്ങൾ സി ഡിവിഷനിൽ വരെയാണ്. അതിൽ ആദ്യത്തെ ചോദ്യമാണ്, ഔഷധാഹരണം എന്ന ആട്ടക്കഥ രചിച്ചതായിരുന്നുള്ളതാണ്. നമ്മുടെ നേരത്തെയുള്ള പരീക്ഷയ്ക്കുണ്ടായിട്ടുള്ള ചോദ്യത്തിലുണ്ടായിട്ടുള്ള ചോദ്യത്തിൽ വരുന്നൊരു ചോദ്യമാണിത്.
രണ്ടാമത്തത് അതിൽ 12ാമത്തേന്ന് പറയുമ്പോൾ ഈ വിഭാഗത്തിൽ രണ്ടാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിരുന്ന കവി ആരെന്നുള്ളതാണ്. കേരള സാഹിത്യ അക്കാദമിയുടെ വൈസ് പ്രസിഡൻ്റായിട്ടുള്ള കവി. ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണിത്. കേരള സാഹിത്യ അക്കാദമിയുടെ ആദ്യത്തെ പ്രസിഡന്റ് KM പണിക്കരായിരുന്നു. വൈസ് പ്രസിഡന്റ് ആയിരുന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. മറ്റൊന്ന് ചിത്രയോഗം എന്ന മഹാകാവ്യം രചിച്ചത്. ചിത്രയോഗം എന്ന മഹാകാവ്യത്തിന് താരാവലി ചന്ദ്രസേനം എന്നൊരു പേര് കൂടിയുണ്ട്. ചിത്രയോഗം എന്ന മഹാകാവ്യത്തിന് കഥാസരിസാഗരത്തെ ഇതിവൃത്തമാക്കി രചിച്ചതാണ്. അത് രചിച്ചായിരുന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. സാഹിത്യമഞ്ജരി 11 ഭാഗമുണ്ട് സാഹിത്യമഞ്ജരിക്ക്. ചെറു കവിതകൾ, കുറേ ചെറു കവിതകളുടെ ഒരു സമാഹാരമാണ് സാഹിത്യമഞ്ജരി എന്നുള്ളത്. അത് രചിച്ചത് ആയിരുന്നാണ് ചോദ്യം. കേരള വാൽമീകി, രാമായണ പരിഭാഷയിലൂടെ കേരള വാൽമീകി എന്ന വിശേഷണത്തോടെ അറിയപ്പെടുന്ന ആരുള്ളതാണ് ചോദ്യം. ഇത്തരം 5 ചോദ്യങ്ങളാണ്. ഇതിൻ്റെ ഉത്തരവും നിങ്ങൾക്കറിയാവുന്നത് തന്നെയാണ്. വള്ളത്തോളാണ് ഉത്തരം വരുന്നത്. അപ്പോൾ അവിടെ 3 വിഭാഗത്തിൽ വന്നത് ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ. ആധുനിക കവിത്രയത്തിലെ 3 കവികളെ ക്രമത്തിൽ കൊടുത്തതാണ്. അങ്ങനെ ഒരു പ്രത്യേകതയും കൂടി അവിടെ ഉണ്ട്. ഇനി അടുത്തതിൽ വരുന്നതാണ് D വിഭാഗം. 4ാമത്തെ വിഭാഗമാണ് D വിഭാഗത്തിൽ വരുന്ന 5 ചോദ്യങ്ങളാണ്. അതിൽ ആദ്യത്തെ ചോദ്യമാണ് ഭാരതഗാഥ രചിച്ചത് ആരെന്നുള്ളതാണ്. ഭാരതഗാഥ രചിച്ചതാര്? അടുത്തതാണ് ഉൽപ്രേക്ഷയുടെ പേരിൽ വിശേഷിപ്പിക്കപ്പെടുന്ന കവി. നമുക്കറിയാം, ഉപമയുടെ പേരിൽ കാളിദാസനെയൊക്കെ വിശേഷിപ്പിക്കുന്ന പോലെ ധാരാളം ഉൽപ്രേക്ഷകളാൽ സമ്പന്നമായൊരു മഹാകവി രചിച്ചിട്ടുള്ളൊരു കവിയുണ്ട്. അതാരെന്നുള്ളതാണ്. അതിൻ്റെ അടുത്ത ചോദ്യമാണ് ഉദയവർമ്മൻ കോലത്തിരിയുടെ സദസ്യനായിരുന്ന കവി. ഉദയവർമ്മൻ കോലത്തിലെ സദസ്യനായിരുന്നൊരു കവി ആരെന്നുള്ളതാണ്. പിന്നെ വരുന്നതാണ് മലയാളത്തിലെ ആദ്യ ജനകീയ മഹാകാവ്യം രചിച്ചത്. മഹാകാവ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ ആദ്യ മഹാകാവ്യമായി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ആദ്യത്തെ ജനകീയ മഹാകാവ്യം എന്നുള്ള വിശേഷിപ്പിക്കപ്പെടുന്നത് ഇതാണ്. പിന്നെ വരുന്നതാണ് ലക്ഷണമൊത്ത മഹാകാവ്യം എന്നൊരു ചോദ്യമുണ്ട്. അതാണ് രാമചന്ദ്രവിലാസം വരുന്നത്. ഇവിടെ ആദ്യത്തെ ജനകീയ മഹാകാവ്യം അല്ലെങ്കിൽ ആദ്യ മഹാകാവ്യം അറിയപ്പെടുന്നത് എന്ന കൃതി ആര് രചിച്ചു എന്നുള്ളതാണ്. അവസാനത്തെ ചോദ്യമാണ് D വിഭാഗത്തിലെ 5 ചോദ്യങ്ങളിൽ അവസാനത്തേതാണ് ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത്. ഇത് ഉത്തരം ചെറുശ്ശേരിയാണ്. ചെറുശ്ശേരിയാണ് ഈ 5 ചോദ്യങ്ങൾക്ക് ഉത്തരമായിട്ട് വരുന്നത്. അടുത്തത് ഈ ഡിവിഷനിലെ 5 ചോദ്യങ്ങളിലേക്ക് വരാം. ഈ ഡിവിഷനിലെ 5 ചോദ്യങ്ങളാണ്. പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി ആരെയാണ് വള്ളത്തോൾ പുതുമലയാൺമതൻ മഹേശ്വരൻ എന്ന് വിശേഷിപ്പിച്ചത്? പിന്നീട് വരുന്ന ചോദ്യമാണ് ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി. ഭോഗങ്ങളെല്ലാം ക്ഷണപ്രഭാചഞ്ചലം വേഗേന നഷ്ടമായുസ്സുമോർക്കനി എന്ന വരി ആരുടേതാണെന്നുള്ളതാണ്. ഇതുപോലെയുള്ള വരികൾ പല പരീക്ഷയ്ക്കും, മലയാളത്തിലെ എല്ലാ വിഭാഗം പരീക്ഷയ്ക്കും ചോദിക്കുന്ന ഇത്തരം ചോദ്യങ്ങൾ. 3ാമത്തെ ചോദ്യമാണ് കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. കണ്ണാടി കാൺമോളവും തന്നുടെ മുഖമേറ്റം നന്നെന്ന് നിരൂപിക്കും എത്രയും വിരൂപന്മാർ. ഈ വരിയും ആര് രചിച്ചെന്നുള്ളതാണ്. 4ാമത്തെ ചോദ്യമാണ് തീക്കടൽ കടഞ്ഞി തിരുമധുരം ആരുടെ ജീവിതം പ്രമേയമായ നോവൽ എന്നാണ്. തീക്കടൽ കടഞ്ഞി തിരുമധുരം എന്ന നോവൽ രചിച്ചിട്ടുള്ളത് നമുക്കറിയാം C രാധാകൃഷ്ണനാണ്. അദ്ദേഹത്തിൻ്റെ ഈ നോവൽ ആരെയാണ് ആരുടെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയാണ് ഈ നോവൽ രചിച്ചിട്ടുള്ളതെന്നുള്ളതാണ് ചോദ്യം. 5ാമത്തെ ചോദ്യമാണ് ഡിസംബർ 31 ആരുടെ ദിനമായാണ് ആചരിക്കുന്നത്? ഡിസംബർ 31 ആരുടെ ദിനമായാണ് ആചരിക്കുന്നത്? അങ്ങനെ ഓരോ ദിനങ്ങൾ ആചരിക്കുന്നുണ്ട്. ഇപ്പോൾ കുഞ്ചൻ ദിനം ആചരിക്കുന്നത് മെയ് മാസം 5-ാം തീയതി. അതുപോലെ ഡിസംബർ 31 ആരുടെ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളതാണ് ഉത്തരം. എഴുത്തച്ഛനാണ് ഉത്തരം വരുന്നത്. അപ്പോൾ ഈയിലെ 5 ചോദ്യങ്ങളുടെ ഉത്തരം എഴുത്തച്ഛനാണ്. 6ാമത്തെ വിഭാഗമാണ് F വരുന്നത്. F എന്ന വിഭാഗത്തിൽ 5 ചോദ്യങ്ങൾ വരെയാണ്. കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നതായിരുന്നുള്ളതാണ്. ഈ അടുത്ത കാലത്തെ പരീക്ഷയിലും എല്ലാം ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ്. കേരള മോപ്പസാങ് ആരാണെന്ന് ചോദിച്ചിരുന്നു. അതുപോലെ തന്നെ പലപ്പോഴും ഇത്തരം ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാവാറുള്ളതാണ്. ഇവിടുത്തെ ചോദ്യം ഇതാണ്, കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. ഈ F എന്ന വിഭാഗത്തിലെ 5 ചോദ്യങ്ങളാണ് കേരള പുഷ്കിൻ എന്നറിയപ്പെടുന്നത്. അടുത്ത ചോദ്യമാണ് ഉപ്പ് എന്ന കവിത രചിച്ചത്. വയലാർ അവാർഡ് നേടിയൊരു പ്രശസ്ത കവിതയാണ് ഉപ്പ്.
ഉപ്പ് എന്ന കവിത രചിച്ചതാരെന്നുള്ളതാണ്. ഉജ്ജയിനി, സ്വയംവരം എന്നീ ദീർഘ കവിതകൾ രചിച്ചത്. ഏറെ കാലത്തിന് ശേഷം മലയാളത്തിൽ ചില ദീർഘ കവിതകളൊക്കെ വന്ന് അത്തരം ചില ദീർഘ കവിതകൾ കൊണ്ട് മലയാളത്തെ സമ്പന്നമാക്കിയ കവി ആരെന്നാണ്. ഉജ്ജയിനി, സ്വയംവരം തുടങ്ങിയ ദീർഘ കവിതകൾ രചിച്ചായിരുന്നതാണ്. മറ്റൊരു ആത്മകഥയെക്കുറിച്ചാണ് ചോദിക്കുന്നത്. ആത്മകഥയും നമ്മുടെ പരീക്ഷയിൽ നമ്മൾ കാണാറുള്ളത് തന്നെയാണ്. പോക്കുവെയിൽ മണ്ണിലെഴുതിയത് ആരുടെ ആത്മകഥയാണ്? പോക്കുവെയിൽ മണ്ണിലെഴുതിയത് ആരുടെ ആത്മകഥയാണ്? എഫ് വിഭാഗത്തിലെ അവസാനത്തെ ചോദ്യമാണ്. ജ്ഞാനപീഠം നേടിയ രണ്ടാമത്തെ മലയാള കവി. അപ്പം അങ്ങനെ എഫ് വിഭാഗത്തിലെ 5 ചോദ്യങ്ങൾ, 26 മുതൽ 30 വരെയുള്ള 5 ചോദ്യങ്ങൾക്ക് ഉത്തരം ONV കുറുപ്പെന്നാണ് വരുന്നത്. എഫ് എന്ന വിഭാഗത്തിലെ 5 ഉത്തരങ്ങളുടെ ഉത്തരമാണ് 5 ചോദ്യങ്ങളുടെ ഉത്തരമാണ് ONV കുറുപ്പ്. ഇനി അടുത്ത വിഭാഗത്തിലെ ജി വിഭാഗത്തിലെ വരുന്ന ചോദ്യമാണ്. ആദ്യത്തെ ചോദ്യമാണ് കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. കേരള ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്. മറ്റൊന്ന് ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന യാത്രാവിവരണം രചിച്ചതായിരുന്നതാണ്. ആൾക്കൂട്ടത്തിൽ തനിയെ വളരെ പ്രശസ്തമായിട്ടൊരു യാത്രാവിവരണമാണ്. അമേരിക്കൻ യാത്രാവിവരണമാണത്. അത് രചിച്ചത് ആയിരുന്നുള്ളതാണ്. ജി വിഭാഗത്തിലെ മൂന്നാമത്തെ ചോദ്യമാണ് ലോക ചെറുകഥാ മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ മലയാള സാഹിത്യകാരൻ. ഏതാണ്ട് ഒരു 20 വയസ്സായപ്പോൾ അദ്ദേഹത്തിന് ലോക ചെറുകഥാ മത്സരത്തിൽ മലയാള വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ മലയാള കഥയുടെ പേര് കണ്ടാൽ നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാവും. വളർത്തുമൃഗങ്ങൾ എന്നാണ് കഥയുടെ പേര്. അതും കൂടി പറയുന്നുണ്ട്. അപ്പോൾ ലോക ചെറുകഥാ മത്സരത്തിൽ മലയാള വിഭാഗത്തിൽ 1ാം സമ്മാനം നേടിയ മലയാള സാഹിത്യകാരനായിരുന്നുള്ളതാണ്. 34ാമത്തെ ചോദ്യം, അല്ലെങ്കിൽ ജി എന്ന വിഭാഗത്തിൽ 4ാമത്തെ ചോദ്യമാണ്. 1995 ജ്ഞാനപീഠം ലഭിച്ചത്. വളരെ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് ലഭിച്ചിട്ടുള്ള 6 ജ്ഞാനപീഠങ്ങളും ഗൃതിസ്ഥമാക്കേണ്ടതാണ്. കാരണം ജ്ഞാനപീഠത്തെക്കുറിച്ചുള്ള ജ്ഞാനപീഠത്തിന് ലഭിച്ച വർഷവും കൃതി കഥാപാത്രങ്ങളെല്ലാം മിക്കവാറും എല്ലാ പരീക്ഷകൾക്കും ആവർത്തിച്ച് ചോദിക്കുന്നതുകൊണ്ട് ഈ 6 പേരെയും ഓർത്തിരിക്കുക. അപ്പോൾ അതുപോലത്തെ ഈ ചോദ്യം അടുത്ത കാലത്ത് ചോദിച്ചൊരു ചോദ്യം തന്നെയാണിത്. 95 ജ്ഞാനപീഠം ലഭിച്ചത് ആർക്കെന്നുള്ള. ജി വിഭാഗത്തിലെ അവസാനത്തെ ചോദ്യമാണ് നോവൽ, കഥ, നാടകം എന്നീ വിഭാഗങ്ങളിൽ കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ എഴുത്തുകാരനായിരുന്നതാണ്. അത് വളരെ സവിശേഷതകളാണ്. അങ്ങനെ 3-4 അവാർഡ് കിട്ടിയ ചില എഴുത്തുകാരൊക്കെ ഉണ്ട് മലയാളത്തിൽ. നോവൽ, കഥ, നാടകം എന്നീ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയ എഴുത്തുകാരനെ കുറിച്ചാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. നോവൽ, കഥ, യാത്രാവിവരണം എന്നീ വിഭാഗത്തിൽ അവാർഡ് കിട്ടിയ ഒരു എഴുത്തുകാരൻ മലയാളത്തിലുണ്ട്. അതുപോലെ കവിത, നാടകം, നിരൂപണം, യാത്രാവിവരണം എന്നീ വിഭാഗങ്ങളിൽ 4 അവാർഡ് മേടിച്ച എഴുത്തുകാരൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ മലയാള ജാലകത്തിൻ്റെ മറ്റ് ക്ലാസ്സുകളിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ സവിശേഷമായ ചോദ്യങ്ങളെല്ലാം ഇവിടെ നോവൽ, കഥ, നാടകം എന്നതിൽ വരുന്നതാണ് ഇത് വരുന്നത്. നമുക്കതിൻ്റെ ഉത്തരത്തിലേക്ക് വരാം. MD എന്ന 2 അക്ഷരത്തിൽ നമ്മൾക്ക് വളരെ പ്രശസ്തനായ നമ്മുടെ മലയാളത്തിൻ്റെ സുഹൃതം എന്നൊക്കെ അറിയപ്പെടുന്ന MD വാസുദേവൻ നായരാണ് ഈ ചോദ്യങ്ങളുടെ ഉത്തരം. അദ്ദേഹത്തിൻ്റെ നോവൽ, കഥ, നാടകമൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. MD വാസുദേവൻ നായർ വരുന്നത്. അടുത്തത് H എന്ന വിഭാഗത്തിലെ 5 ചോദ്യങ്ങളാണ് വരുന്നത്. 36 മുതൽ 40 വരെയുള്ള ചോദ്യങ്ങൾ H വിഭാഗത്തിലാണ് വരുന്നത്. കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം എന്നീ ആട്ടക്കഥകൾ രചിച്ചത്. ആട്ടക്കഥ വിഭാഗത്തിൽ അല്ലെങ്കിൽ കലാസാഹിത്യം തുടങ്ങിയ വിഭാഗങ്ങളിൽ ചോദിക്കുന്ന ഒരു ചോദ്യം ആണിത്. കീചകവധം, ദക്ഷയാഗം, ഉത്തരാസ്വയംവരം എന്നീ ആട്ടക്കഥകൾ രചിച്ചതായിരുന്നാണ്. അടുത്ത ചോദ്യമാണ് ഓമനത്തിങ്കൾ കിടാവൂ എന്ന തരാട്ടുപാട്ട്. ഈ ഒറ്റപ്പാട്ടിലൂടെ തന്നെ നമുക്ക് ഉത്തരം കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ അതിപ്രശസ്തമായിട്ടുള്ള ഈ താരാട്ടുപാട്ട് രചിച്ചതായിരുന്നുള്ളതാണ്. പിന്നീട് വരുന്നതാണ് കരുണ ചെയ്യാൻ എന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ച കവി. അങ്ങനെ ഒരു ചോദ്യമുണ്ട്. കരുണ ചെയ്യാൻ എന്ത് താമസം കൃഷ്ണ എന്ന കീർത്തനം രചിച്ച കവി എന്നുണ്ട്. മറ്റൊന്ന് വീരവിരാട കുമാര വിഭോ എന്ന അതിപ്രശസ്തമായ ഒരു കുമ്മിപ്പാട്ട് രചിച്ചതായിരുന്നുള്ളൊരു ചോദ്യമാണ്. വീരവിരാട കുമാര വിഭോ എന്ന കുമ്മിപ്പാട്ട് രചിച്ച കവി എന്നൊരു ചോദ്യമുണ്ട്. അവസാനത്തെ ചോദ്യമാണ് H വിഭാഗത്തിലെ അവസാന ചോദ്യമാണ് ഷോണീന്ദ്രപത്നിയുടെ എന്ന ദണ്ഡകം. നമുക്കറിയാം ദണ്ഡകം എന്ന് പറഞ്ഞാൽ ആ പേര് അന്വർത്ഥമാക്കിക്കൊണ്ട് ദണ്ട് പോലെ, വടി പോലെ നീണ്ടുപോകുന്നത്.
ഒരു വരിയിൽ 26 അക്ഷരങ്ങൾ വരുന്നതിനാണ് ദണ്ഡകം എന്ന് പറയുന്നത്. അത് വൃത്തത്തിൻ്റെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നുണ്ട് അത്. അപ്പോൾ ഇവിടെ ഷോണീന്ദ്ര പത്നിയുടെ എന്ന ദണ്ഡകം ആരാണ് രചിച്ചതെന്ന് ആണ് ചോദ്യം വരുന്നത്. ഇവിടെ ഉത്തരം അറിയാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്, ഇരയിമ്മൻ തമ്പിയാണ്. ഈ എച്ച് വിഭാഗത്തിലെ 5 ചോദ്യങ്ങളുടെ ഉത്തരം ഇരയിമ്മൻ തമ്പിയാണ്. അടുത്ത ഐ വിഭാഗത്തിലേക്ക് വരികയാണ്. ഐ വിഭാഗത്തിൽ 41 മുതൽ 45 വരെയുള്ള 5 ചോദ്യങ്ങളാണ് വരുന്നത്. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാള മഹാകാവ്യം ആരുടെ കൃതിയാണെന്നുള്ളതാണ്. ശ്രീകൃഷ്ണ ചരിതം മണിപ്രവാള മഹാകാവ്യം ആരുടെ കൃതിയാണ്? കല്യാണ സൗഗന്ധികം തുള്ളൽ, കല്യാണ സൗഗന്ധികം എന്ന ചീതങ്കം തുള്ളലാണ്. ആ തുള്ളൽ രചിച്ച കവി ആയിരുന്നാണ്. കല്യാണ സൗഗന്ധികം തുള്ളൽ രചിച്ച കവി. ഇത്തരം ചോദ്യങ്ങളെല്ലാം ഏറ്റവും താഴെയുള്ള പരീക്ഷ മുതൽ ഏറ്റവും ഉയർന്ന പരീക്ഷ വരെയുള്ള പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്ന ചില ചോദ്യം. ഈ തൊട്ടടുത്ത് നടന്ന പരീക്ഷയിലും ഒരു പരീക്ഷയിലും ഈ തുള്ളൽ വിഭാഗത്തിലുള്ള ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പിന്നീട് വരുന്നതാണ് തൂലിക ചാട്ടവാറാക്കിയ കവി. തൂലിക ചാട്ടവാറാക്കിയ കവിയായിരുന്നുള്ളതാണ്. മറ്റൊന്നാണ് നളചരിതം കിളിപ്പാട്ട് രചിച്ച കവിയായിരുന്നുള്ളതാണ്. നളചരിതം കിളിപ്പാട്ട് രചിച്ച കവി. 5-ാമത്തതാണ് കിരാതം വഞ്ചിപ്പാട്ട് രചിച്ചത്. അത് കിളിപ്പാട്ടും വഞ്ചിപ്പാട്ടും ഒക്കെ രചിച്ചിട്ടുള്ളത്, തുള്ളൽ രചിച്ചിട്ടുണ്ട്. അങ്ങനെ സാഹിത്യത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ അടയാളങ്ങൾ പതിപ്പിച്ച ഒരു പ്രശസ്ത കവിയാണ് ഈ ഐ എന്ന വിഭാഗത്തിലെ 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എല്ലാവർക്കും അറിയാവുന്ന പോലെ കുഞ്ചൻ നമ്പ്യാരാണ്. പ്രാചീന കവിത്രയത്തിലെ അവസാന കവി എന്നറിയപ്പെടുന്ന കുഞ്ചൻ നമ്പ്യാരാണ് ഇതിൻ്റെ ഉത്തരം വരുന്നത്. ഇനി ജെ എന്ന വിഭാഗത്തിൽ നമുക്ക് വരുന്നതാണ്. ജെ എന്ന വിഭാഗത്തിൽ 46 മുതൽ 51 വരെ. ഇവിടെ ഒരു ചോദ്യം കൂടുതലുണ്ട്. അങ്ങനെയാണ് 51 ചോദ്യവും 10 ഉത്തരവും നമ്മൾ ആദ്യത്തെ സൂചന വരുന്നത്. ഇവിടെ 46-ാമത്തെ അല്ലെങ്കിൽ ജെ വിഭാഗത്തിലെ ആദ്യത്തെ ചോദ്യമാണ് ഹാ വിജീഗീഷു മൃത്യുവിന്നാമോ, ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ. വളരെ പ്രശസ്തമായിട്ടുള്ള വരിയാണ്, പല പ്രാവശ്യം ചോദിച്ചിട്ടുള്ളൊരു വരിയാണ്. ഹാ വിജീഗീഷു മൃത്യുവിന്നാമോ, ജീവിതത്തിൻ്റെ കൊടിപ്പടം താഴ്ത്താൻ. ഇത് ആരാണ് രചിച്ചിട്ടുള്ളതെന്നുള്ളതാണ്. പിന്നീട് വരുന്ന ചോദ്യമാണ് ജെ വിഭാഗത്തിലെ 6 ചോദ്യങ്ങളിൽ 2-ാമത്തെ ചോദ്യമാണ് ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ. ചോര തുടിക്കും ചെറുകയ്യുകളെ പേറുക വന്നീ പന്തങ്ങൾ ആരുടെ വരി എന്നുള്ളതാണ്. ആ വിഭാഗത്തിലെ 3-ാമത്തെ ജെ വിഭാഗത്തിലെ 3-ാമത്തെ ചോദ്യം 48-ാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ് പുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. പുഞ്ചിരി ഹ കുലീനമാം കള്ളം നെഞ്ചുകീറി ഞാൻ നേരിനെ കാട്ടാം. പിന്നീട് വരുന്നതാണ് 4-ാമത്തെ ചോദ്യമായിട്ട് വരുന്ന 49-ാമത്തെ ചോദ്യമായിട്ട് വരുന്നതാണ് നിത്യവും ജീവിതം വിതയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാടം. നിത്യവും ജീവിതം ഹൃദയേറ്റി മൃത്യു കൊയ്യും വിശാലമാം പാടം. 50-ാമത്തെ ചോദ്യമാണ് കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് ആരുടെ കവിത എന്നുള്ളതാണ്. കാച്ചിക്കുറുക്കിയ കവിത എന്നറിയപ്പെടുന്നത് ആരുടെ കവിത എന്നാണ്. ഈ ജെ വിഭാഗത്തിലെ അവസാനത്തേതും അല്ലെങ്കിൽ നമ്മൾ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 51 ചോദ്യങ്ങളുടെ അവസാനത്തേതെന്ന ചോദ്യമായിട്ട് വരുന്നതാണ് അടുത്തത് സച്ചിദാനന്ദൻ്റെ കെ സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിത. നമുക്കറിയാം സച്ചിദാനന്ദൻ്റെ ഇവനെ കൂടി എന്ന കവിത അതിപ്രശസ്തമായ കവിതയാണ്. ഒരു കവിയെക്കുറിച്ചുള്ള ഓർമ്മ മാത്രമുള്ള മലയാള ഭാഷയുടെ വളർച്ചയുടെ നാഴികക്കല്ലുകളെല്ലാം സ്പർശിച്ചുകൊണ്ട് വരുന്നൊരു അതിപ്രശസ്തമായ കവിതയാണ്. അദ്ദേഹത്തിന് സച്ചിദാനന്ദന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്തൊരു കവിത കൂടിയാണ് ഇവനെ കൂടി എന്നുള്ളത്. മലയാള ഭാഷയുടെ ചരിത്രവും കൂടി ആ കവിയുടെ ജീവിതത്തോടൊപ്പം അദ്ദേഹം ആവിഷ്കരിക്കുന്നൊരു സവിശേഷത കൂടി അതിനുണ്ട്. അപ്പോൾ സച്ചിദാനന്ദൻ രചിച്ച ഈ ഇവനെ കൂടി എന്ന കവിത ആരുടെ എന്നുള്ളതാണ് വരുന്നത്. അത് ഉത്തരം നമുക്കറിയാം വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ് അതിന് ഉത്തരം വരുന്നത്. ജയുടെ ഉത്തരം വൈലോപ്പിള്ളി ശ്രീധരമേനോനാണ്. ഇപ്പോൾ ഈ ക്ലാസ്സിൽ നമ്മൾ വളരെ സവിശേഷതയായിരുന്നൊരു ചോദ്യങ്ങളാണ്. 51 ചോദ്യങ്ങൾക്ക് 10 ഉത്തരങ്ങൾ കൊണ്ട് 51 ചോദ്യങ്ങൾക്ക് നമ്മൾ 10 ഉത്തരങ്ങളാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ള ഇതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഈ രീതിയിലുള്ള ഇതിൻ്റെ അടുത്ത ഭാഗങ്ങളും മലയാള ജാലകത്തിലെ ക്ലാസ്സുകളിലുണ്ടായിരിക്കും. ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, നിർദ്ദേശങ്ങൾ അറിയിക്കുക. ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ അല്ലെങ്കിൽ പ്രയോജനപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള പുതിയ ക്ലാസ്സുകളെല്ലാം ഉടൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിതിൻ്റെ
ഈ വിഭാഗത്തിൻ്റെ തന്നെ തുടർച്ചയായ ക്ലാസ്സുകളുണ്ട്. അതുപോലെ തന്നെ മലയാളത്തിലെ മറ്റ് വ്യാകരണവും മറ്റ് കൃതികളും ഉൾപ്പെടുന്ന മറ്റ് ക്ലാസ്സുകളുണ്ട്. ഇത്തരം ക്ലാസ്സുകളും അതിൻ്റെ വിശദീകരണങ്ങളും ചോദ്യോത്തരങ്ങളും ഒക്കെ ആയിട്ട് മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നന്ദി.